Hi, welcome to Lash Class. BA English New Literatures in ഇംഗ്ലീഷിലെ വെൻ ഇറ്റ് റെയിൻസ് ഇൻ ധർമ്മശാല എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ടിബറ്റൻ അഭയാർത്ഥിയും ആക്ടിവിസ്റ്റുമായിട്ടുള്ള ടെൻസിൻ സെൻറ്റ്യൂവിൻ്റെ ഒരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ സ്റ്റാൻസ വൈസ് ആയിട്ടുള്ള സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. Stanza 1. The poet describes the rain falling heavily, suggesting each raindrop hits with force as if wearing boxing gloves. അപ്പോൾ പോയത്തിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു മഴയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ശക്തമായിട്ടുള്ള മഴ എന്ന് അദ്ദേഹം പറയുന്നു. അതിന് അദ്ദേഹം സിംബലൈസ് ചെയ്തിരിക്കുന്നത് ബോക്സിംഗ് ഗ്ലൗ ധരിച്ചുകൊണ്ടാണ് ഓരോ മഴത്തുള്ളികളും വരുന്നത് എന്നുള്ള രീതിയിലാണ്. The tin roof leaks, wetting his bed and papers, which he likens to the room's tears. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഈ ടിൻ റൂഫ്, അതായത് ഒരു മെറ്റൽ ഷീറ്റ് ആണ് ആ റൂഫ് ഉള്ളത്, അത് ലീക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലീക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ബെഡും അവിടെയുള്ള പേപ്പറുകളൊക്കെ നനയുന്നു. അതിനെ അദ്ദേഹം ആ റൂമിൻ്റെ കണ്ണുനീര് എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഈ മഴയുടെ പ്രഹരമേറ്റുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂം കരയുകയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. Stanza 2. Sometimes the rain cleverly seeps into the room from behind. ഇനി മഴയെ ഒരു സൂത്രശാലിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ചില സമയത്ത് അത് സൂത്രത്തിൽ പുറകിലൂടെയെല്ലാം ഒന്ന് ആക്രമിക്കുന്നു. നമുക്കറിയാം, ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഉണ്ടാകുന്ന സമയത്ത് ജനലിലൂടെയും വാതിലിലൂടെയെല്ലാം ഈ മഴത്തുള്ളികൾ അകത്തേക്ക് വരും എന്നുള്ളത്. ആ രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. The creaks on the walls treacherously allow a small flood. കൂടാതെ അദ്ദേഹത്തിന്റെ ചുമരുകളാണെങ്കിൽ ചതിയന്മാരാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഈ വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താൻ അവയ്ക്ക് കഴിയുന്നില്ല. അതായത് ഇങ്ങനെ പഴകിയ വിള്ളലുകളുള്ള ചുമരുകളാണ്, ദുർബലമായ ചുമരുകളാണ് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. Sitting on his bed, metaphorically referred to as an island nation, the poet watches his belongings float in the flood. അങ്ങനെ ഈ മുറിക്കകത്തൊരു വെള്ളക്കെട്ടായതിനു ശേഷം അദ്ദേഹം ഒരു ദ്വീപിലിരിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ബെഡിനകത്തിരിക്കുന്നത്. കാരണം അവിടെ ചുറ്റും വെള്ളം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ വെള്ളത്തിൽ പഴയ പല വസ്തുക്കളും ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണുന്നുണ്ട്. These include notes on freedom, memoirs of his prison days, and letters from college friends, evoking a sudden recollection of forgotten memories. അങ്ങനെ ഉയർന്നു വരുന്ന വസ്തുക്കളിൽ അദ്ദേഹത്തിന്റെ ഫ്രീഡം നോട്ട്സ് ഉണ്ട്. അദ്ദേഹം സ്വാതന്ത്ര്യത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് എഴുതിയിട്ടുള്ള കുറിപ്പുകൾ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അയച്ചിട്ടുള്ള കത്തുകൾ, ഇതെല്ലാം ആ വെള്ളക്കെട്ടിൽ ഇങ്ങനെ ഉയർന്നു വരുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് മറന്നുപോയ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് പോലെയാണ് അവ ഉയർന്നു വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതെല്ലാം അദ്ദേഹത്തിന് പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അവിടെ ഉണ്ടാക്കുന്നു. Stanza 3. The poet reflects on the 3 months of torture during the monsoon season. തുടർന്ന് അദ്ദേഹം പറയുന്നത് ഈ ഒരു ദുരിതം 3 മാസക്കാലം നീണ്ടു നിൽക്കുന്നതാണ്. ആ മഴക്കാലത്തിന്റെ ഒരു ഡ്യൂറേഷനാണ് അവിടെ അദ്ദേഹം പറയുന്നത്. He describes the beauty of the Himalayas, now cleansed by the rain. അങ്ങനെ ആ മഴക്കാലത്തിന് ശേഷം ആ ഹിമാലയ പർവ്വതമെല്ലാം ഈ മഴയിൽ ശുദ്ധീകരിച്ച് സുന്ദരമായിട്ട് നിൽക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. He feels the need to console his tin roof, which has been on duty since the British Raj. തുടർന്ന് അദ്ദേഹം പറയുന്നത് ഈ മഴയുടെ പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ടിൻ റൂഫിനെ ഒന്ന് ആശ്വസിപ്പിക്കണം എന്നാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണകാലം മുതൽ ഈ ടിൻ റൂഫ് അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് ഏജ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ഷെൽട്ടറിംഗ് റെഫ്യൂജീസ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ ടിൻ റൂഫ്, അതുപോലെ തന്നെ റൂം വളരെ പഴകിയതാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിനു മുമ്പും ഇതുപോലെ അഭയാർത്ഥികൾക്ക് ആശ്രയമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ആ റൂമിനുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. Stanza 4. The room is now shared with mongooses, mice, lizards and spiders and partly rented by the poet. അങ്ങനെ പണ്ട് ഒരുപാട് അഭയാർത്ഥികൾക്കൊക്കെ അഭയം കൊടുത്തിരുന്ന ആ മുറിക്കകത്ത് ഇപ്പോൾ കുറച്ച് ജീവികൾക്കും കൂടാതെ ഈ പോയറ്റിനുമാണ് ഒരു അഭയമായിട്ടിരിക്കുന്നത്. പോയറ്റ് ഒരു റെന്റഡ് റൂമായിട്ടാണ്, വാടകയ്ക്കാണ് അവിടെ ഇരിക്കുന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. He acknowledges the humility of renting a room for a home.
ഒരു വീടിന് പകരം ഒരു വാടക റൂമിൽ ഇരിക്കേണ്ടതിന്റെ ദയനീയ അവസ്ഥയെ കുറിച്ചിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നു. സിംബലൈസിങ് ഈ സ്റ്റാറ്റസ് ആസ് എൻ അസൈലം സീക്കർ. ആ വരിക്ക് ഡീപ്പായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. കാരണം അദ്ദേഹം വീടിന് പകരം ഒരു വാടക റൂമിൽ ഇരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യമായിട്ടുള്ള ടിബറ്റിനകത്ത് അദ്ദേഹത്തിന് കഴിയാൻ സാധിക്കാത്തത് കൊണ്ട്, കാരണം ടിബറ്റ് ചൈനയുടെ അധീനതയിലാണുള്ളത്. അദ്ദേഹം ഒരു അഭയാർത്ഥിയായിട്ട് ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു വീടിന് പകരം വാടക റൂമിലാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളത് സ്വന്തം രാജ്യത്ത് നിൽക്കാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ അഭയാർത്ഥിത്വത്തിന്റെ കൂടി ഒരു സിമ്പിളായിട്ട് വേണം നമ്മൾ കാണുവാൻ. Then he mentions his Kashmiri landlady and how they often debate the beauty of Kashmir and Tibet, highlighting their shared experience of displacement. കൂടാതെ അദ്ദേഹത്തിന്റെ ലാൻഡ് ലേഡിയെ കുറിച്ച് പറയുന്നുണ്ട്. വാടക റൂമാന്ന് പറഞ്ഞിരുന്നു. ആ റൂമിന്റെ ഉടമസ്ഥയായിട്ടുള്ളത് പ്രായമായിട്ടുള്ള ഒരു കശ്മീരി സ്ത്രീയാണ്. അവർ കശ്മീരിന്റെയും അതുപോലെ തന്നെ ടിബറ്റിന്റെയും സൗന്ദര്യത്തെ കുറിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തർക്കിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് ഈ സ്ത്രീയും അദ്ദേഹത്തെ പോലെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം കാശ്മീരിലും രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഈ സ്ത്രീ അവിടേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. ഇദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ആ രീതിയിൽ ഒരു ഷെയർഡ് എക്സ്പീരിയൻസ് അവിടെയുള്ള കാര്യം അദ്ദേഹം പറയുന്നു. Stanza 5. Despite the challenges, the poet asserts his resilience, affirming that he will not die like this. അങ്ങനെ പോയത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഈ ദുരിതങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇടയിൽ അദ്ദേഹത്തിന്റെ പ്രതിരോധം അദ്ദേഹം നഷ്ടപ്പെടുത്തില്ല എന്നാണ്. ഇങ്ങനെ ജീവിച്ചു മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ഹോപ്സ് ദർ ഹാസ് ടു ബി സം വേ ഔട്ട് ഓഫ് ദിസ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. He rejects further despair, noting that his room is already soaked enough for tears, symbolizing his emotional endurance. എന്നിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വരിയോട് കൂടിയിട്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹത്തിന് കരയാൻ സാധിക്കില്ല എന്നാണ്. കാരണം ഒരുപാട് അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന് കരയേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ളതും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ആക്ടിവിസ്റ്റ് പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതുകൂടാതെ ഈ മുറിക്കകത്ത് ഇപ്പോൾ തന്നെ നിറയെ നനഞ്ഞു കിടക്കുകയാണ് കണ്ണീര് കൊണ്ട്. ഇനി തനിക്ക് കരയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ മുറി ഇങ്ങനെ വെള്ളക്കെട്ട് ആയിരിക്കുന്നതിനെ മുറിയുടെ കണ്ണുനീര് എന്നാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥയാണ്, ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ഒരുപാട് ദുരിതങ്ങളും കണ്ണുനീരുകളും അദ്ദേഹം കണ്ടു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് കരയാൻ വയ്യ, ഇനി പ്രതിരോധിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഈ കവിത അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി എക്സ്പ്രഷൻ റെയിൻഡ്രോപ്സ് വെയർ ബോക്സിംഗ് ഗ്ലൗസ്? ഇനി മഴത്തുള്ളികൾ ബോക്സിംഗ് ഗ്ലൗസ് ധരിച്ചെത്തുക എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദി എക്സ്പ്രഷൻ റെയിൻഡ്രോപ്സ് വെയർ ബോക്സിംഗ് ഗ്ലൗസ് means that the rain is falling heavily and forcefully, almost as if the raindrops are hitting with the impact of boxing gloves. ഈ മഴ വളരെ ശക്തമായിട്ടുള്ളതാണ് എന്നതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് അദ്ദേഹം ഈ ബോക്സിംഗ് ഗ്ലൗസിനെ അവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഈ ബോക്സിംഗ് ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് പ്രഹരിക്കുന്നത് പോലെ കനത്ത ശക്തമായിട്ടുള്ള മഴത്തുള്ളികളാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. What does the phrase like a sudden recovery of a forgotten memory refer to in the poem? ഇനി മറന്നുപോയ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് പോലെ എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? The phrase like a sudden recovery of a forgotten memory refers to the poet's belongings floating to the surface during the flood in his room, which evokes a feeling of rediscovery or recollection. ഈ റൂമിനകത്ത് വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സമയത്ത് അവിടെയുള്ള വസ്തുക്കൾ ഇങ്ങനെ വെള്ളത്തിൽ ഉയർന്നു വരുന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മെമ്മോസ് ഓഫ് പ്രിസൺ, അതുപോലെ തന്നെ ഫ്രീഡം നോട്ട്ബുക്സ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അയച്ചുള്ള ലെറ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഉയർന്നു വരുന്നത്. അതെല്ലാം അദ്ദേഹത്തിന് ഓർമ്മകൾ ഉണ്ടാക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈൻ 3 months of torture? The line 3 months of torture refers to the duration of the monsoon season in Dharmashala, during which the intense rain and its effects on the poet's room can be seen as torture.
അവിടെ മൺസൂൺ നീണ്ടു നിൽക്കുന്ന കാലയളവാണ് ആ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ 3 മാസക്കാലത്തേക്ക് അദ്ദേഹത്തിന് ദുരിതമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. എക്സ്പ്ലെയിൻ ദി കമ്പാരിസൺ ബിറ്റ്വീൻ കശ്മീർ ആൻഡ് ടിബറ്റ് ഇൻ സുന്ദൂസ് പോയം. ഇനി ഇദ്ദേഹത്തിന്റെ കവിതയിൽ കശ്മീരിനെയും ടിബറ്റിനെയും കമ്പയർ ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദ കമ്പാരിസൺ ബിറ്റ്വീൻ കശ്മീർ ആൻഡ് ടിബറ്റ് ഇൻ സുന്ദൂസ് പോയം highlights the poet's shared experience of displacement and longing for their respective homelands. ഇദ്ദേഹത്തിന്റെ ലാൻഡ് ലേഡിയാണ് കശ്മീരിൽ നിന്നുള്ള ഒരു ക്യാരക്ടറായിട്ട് പോയത്തിനകത്ത് വരുന്നത്. അവരും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതിരിക്കുകയാണ്. അപ്പോൾ അവരുമായിട്ട് ഇദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു ഷെയർഡ് എക്സ്പീരിയൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ അദ്ദേഹം പറയുന്നത്. സജസ്റ്റിംഗ് എ കോമൺ സ്ട്രഗിൾ ഫോർ ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ രീതിയിൽ ഒരേ സ്ട്രഗിൾ ആണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് അവിടെ അദ്ദേഹം പറയുന്നത്. എക്സ്പ്ലെയിൻ ഐ കനോട്ട് ക്രൈ മൈ റൂം ഈസ് വെറ്റ് ഇനഫ്. ഇനി തനിക്ക് കരയാൻ കഴിയില്ല, തൻ്റെ മുറി ഇപ്പോൾ തന്നെ നനഞ്ഞു കുതിർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പോയതിൻ്റെ അവസാനത്തിൽ പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. ദ ലൈൻസ് ഐ കനോട്ട് ക്രൈ മൈ റൂം ഈസ് വെറ്റ് ഇനഫ് സജസ്റ്റ് ദാറ്റ് ദ പോയറ്റ് ഹാസ് എൻഡ്യൂർഡ് ഇനഫ് ഹാർഡ്ഷിപ്പ് ആൻഡ് ടിയേഴ്സ് and now his room soaked by the rain symbolizes his emotional state. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം ഒരുപാട് ദുരിതങ്ങളും കണ്ണുനീരുകളും എല്ലാം അനുഭവിച്ചിട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ ഈ പോയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈ മഴവെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു മുറിയായിരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പോയതിന്റെ അവസാന ഭാഗത്തേക്ക് അത് സിംബലൈസ് ചെയ്യുന്നത് അദ്ദേഹം ജീവിതത്തിൽ ആകമാനം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അതിനുവേണ്ടി കരഞ്ഞിട്ടുള്ള കണ്ണുനീരുകളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മഴ വന്ന് നിറഞ്ഞു കിടക്കുന്ന ഈ മുറിയുടെ അവസ്ഥ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുനീര് നിറയും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി കരയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഫർദർ സോറോ ഓർ ടീയേഴ്സ് വുഡ് ബി റിഡൻഡന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപാട് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനി അദ്ദേഹത്തിന് കരയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിൽ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ വെൻ ഇറ്റ് റെയിൻസ് ഇൻ ധർമ്മശാല. ഈ പോയത്തിന്റെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് സെറ്റ്സ് ദ സീൻ ഫോർ ദ പോയം ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് റെയിൻ പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ ദ നരേറ്റീവ്. ഈ പോയത്തിന്റെ ഒരു നരേറ്റീവ് സെറ്റ് ചെയ്യാണ്, കാരണം ഒരു റെയിനിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്നുള്ള കാര്യം ആ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. The title highlights the contrast between the natural beauty of Dharmashala and the harsh realities of exile experienced by the speaker. ഈ ധർമ്മശാല എന്ന് പറയുന്നത് ഒരുപാട് നാച്ചുറൽ ബ്യൂട്ടി ഒക്കെ ഉള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതും ഇദ്ദേഹത്തിന്റെ എക്സൈൽഡ് എക്സ്പീരിയൻസും, അതായത് ഒരു അഭയാർത്ഥി എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ അവിടുത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങളും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഈ ഒരു ടൈറ്റിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. Rain acts as a trigger for physical discomfort and emotional turmoil, forcing the speaker to confront the situation. ഇനി റെയിൻ ഇവിടെ ഇദ്ദേഹത്തിന് ഫിസിക്കൽ ഡിസ്കംഫർട്ട് മാത്രമല്ല കൊടുക്കുന്നത്, അദ്ദേഹം ആ റൂമിനകത്ത് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് പഴയ ഓർമ്മകളിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ രീതിയിൽ ഇമോഷണൽ ആയിട്ട് കൂടി അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ജീവിത അവസ്ഥയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒന്നാണ് ഈ റെയിൻ എന്ന് പറയുന്നത്. അതും ഈ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. കമന്റ് ഓൺ ദി ഇമേജറി ഓഫ് ദ റെയിൻ ഇൻ സുന്ദൂസ് പോയം. ഇനി ഇതിനകത്ത് റെയിനിന്റെ ഇമേജറിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. റെയിൻ ഈസ് പേഴ്സോണിഫൈഡ് വിത്ത് ബോക്സിംഗ് ഗ്ലൗസ് ആൻഡ് റിലൻലെസ് പൗണ്ടിങ്, സിംബലൈസിംഗ് ദ സ്പീക്കർ സ്ട്രഗിൾസ് ആൻഡ് ഒപ്രഷൻ. ഒന്ന്, ഈ ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ ധരിച്ചു വരിക എന്നുള്ളൊരു പേഴ്സോണിഫിക്കേഷൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം സ്ട്രോങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇമേജറി നമുക്ക് അവിടെ കാണാവുന്നതാണ്. അത് നമ്മുടെ സ്പീക്കറുടെ സ്ട്രഗിളിന്റെയും ഒപ്രഷന്റെയും കൂടി ഒരു സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ദ പോയിറ്റ്സ് റൂം ഈസ് ആന്ത്രമോർഫൈസ്ഡ്, crying and being beaten by the rain, creating a vivid image of the room's vulnerability. കൂടാതെ മറ്റൊരു ഇമേജ് വരുന്നത് ഈ ചോർന്നൊലിക്കുന്ന റൂം കരയുകയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ആന്ത്രമോർഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതും ഈ റെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമേജ് ആണ്. അദ്ദേഹത്തിന്റെ വൾണറബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ദ റെയിൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ക്ലെവർ ആൻഡ് ട്രഷറസ്, ആഡിങ് ലെയേഴ്സ് ടു ഇറ്റ്സ് ക്യാരക്ടറൈസേഷൻ ആൻഡ് എംഫസൈസിങ് ഇറ്റ്സ് ഡിസ്ട്രപ്റ്റീവ് നേച്ചർ. കൂടാതെ ഈ മഴ വളരെ ശക്തമാണെന്ന് മാത്രമല്ല, അത് ട്രഷറസ് ആണ്, ക്ലെവർ ആണ്, ചതിയനാണ്, സൂത്രശാലിയാണെന്ന് പറയുന്നത്. അത് പുറകിൽ നിന്ന് ആക്രമിക്കുക എന്ന് പോലെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആ രീതിയിൽ എത്രമാത്രം വിനാശകാരിയാണ് റെയിൻ എന്നുള്ളതിൻ്റെ ഒരു ഇമേജറി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്.
The flood caused by the rain is depicted with the imagery of belongings floating to the surface, creating a scene of introspection. കൂടാതെ ഈ മഴയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ഫ്ലഡ് അദ്ദേഹത്തിന്റെ പഴയ ഓർമ്മകളെയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ രീതിയിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ കൂടി അവിടെ അവസരം ഒരുക്കുന്നുണ്ട് ഈ റെയിൻ എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ റെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജറി ആയിട്ട് നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ കഴിയുന്നത്. അനലൈസ് ദ പൊളിറ്റിക്സ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ സുന്ദൂസ് പോയം. ഇനി പോയത്തിനകത്തുള്ള പൊളിറ്റിക്കൽ റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. The poem reflects the poet's resistance to his current circumstances, including harsh living conditions and his displacement. അപ്പോൾ ഈ പോയത്തിനകത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. സ്വന്തം നാട്ടിൽ നിന്ന് മാറി അഭയാർത്ഥിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് പറയാവുന്നതാണ്. The mention of notes on freedom and memoirs of my prison days suggests a political undertone, indicating the poet's past involvement in resistance or activism. കൂടാതെ അദ്ദേഹം ഈ ഫ്ലഡിനകത്ത് ഇദ്ദേഹത്തിന്റെ ഈ മെമ്മോസ് ഓഫ് പ്രിസൺ ഡേയ്സ്, അതുപോലെ തന്നെ നോട്ട്സ് ഓൺ ഫ്രീഡം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന്റെ ഈ ആക്ടിവിസത്തെയും അതുപോലെ തന്നെ ഈ ഫ്രീഡം ഫൈറ്റിലുള്ള ഇൻവോൾവ്മെന്റിനെയും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഈ പോയത്തിനകത്തുള്ള പൊളിറ്റിക്കൽ എലിമെന്റ്സ് ആണ്. The comparison between Kashmir and Tibet in the poem highlights the poet's solidarity with the other oppressed regions and his resistance against cultural suppression. കൂടാതെ അദ്ദേഹം ഈ കശ്മീരിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലാൻഡ് ലേഡി കശ്മീരിൽ നിന്നുള്ള ആളാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമല്ല, എല്ലായിടത്തുള്ള ഇതുപോലെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് അദ്ദേഹത്തിന് സോളിഡാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ രീതിയിലും നമുക്കൊരു പൊളിറ്റിക്കൽ എലിമെന്റ് ഈ പോയത്തിനകത്ത് കാണാവുന്നതാണ്. ഓവറോൾ, the poem can be seen as a form of resistance literature, using imagery and personal reflection to convey a message of resilience and defiance against adversity. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഈ പോയം ഒരു റെസിസ്റ്റൻസ് ലിറ്ററേച്ചറിന്റെ ഉദാഹരണമായിട്ടുള്ളതാണെന്നുള്ളത് പറയാവുന്നതാണ്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, പോസ്റ്റ് കൊളോണിയൽ ഡയമെൻഷൻസ് ഓഫ് വെൻ ഇറ്റ് റെയിൻസ് ഇൻ ധർമ്മശാല. ഇനി പോയത്തിനകത്തുള്ള പോസ്റ്റ് കൊളോണിയൽ എലിമെന്റ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ റെഫറൻസ് ടു ദ ടിൻ റൂഫ് ഓൺ ഡ്യൂട്ടി സിൻസ് ദ ബ്രിട്ടീഷ് രാജ് symbolizes the lasting impact of colonial rule on the poet's life and surroundings. അപ്പോൾ ഒരു കാര്യം പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഈ റെന്റഡ് റൂമിന്റെ ഈ ടിൻ റൂഫ് ബ്രിട്ടീഷ് രാജ് മുതൽ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. അപ്പോൾ കാലങ്ങളായിട്ട് ഇതുപോലെ കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ട് അഭയാർത്ഥികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ പോയത്തിനകത്ത് പറയുന്നുണ്ട്. അത് നമുക്കൊരു പോസ്റ്റ് കൊളോണിയൽ എലമെന്റ് ആയിട്ട് കാണാവുന്നതാണ്. The poet's comparison of his situation with that of Kashmiri landlady highlights the shared experience of displacement and loss of home common among post-colonial subjects. കൂടാതെ അദ്ദേഹത്തിന്റെ കശ്മീരി ലാൻഡ് ലേഡിയുമായിട്ട് അദ്ദേഹത്തിന്റെ ഈ ഷെയർഡ് സഫറിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അവരും ഇതുപോലെ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ആ രീതിയിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പോസ്റ്റ് കൊളോണിയൽ തീം ഈ പോയത്തിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. The poem reflects the poet's struggle for identity and belonging, which are often complex issues in post-colonial contexts, where cultural and national identities are contested. കൂടാതെ ഈ പോയത്തിലുടനീളം അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഐഡന്റിറ്റിക്കും ബിലോങ്ങിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിനെ കുറിച്ചിട്ടാണ്. അതായത് സ്വന്തമായിട്ട് വീടില്ലാതെ ഒരു വാടക വീട്ടിലിരിക്കുക എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ കഴിയാതെ മറ്റൊരു രാജ്യത്ത് അഭയാർത്ഥിയായിട്ട് ജീവിക്കുക എന്നുള്ളതിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ്. ആ രീതിയിൽ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയസ്പോറയുടെയും എല്ലാം എലമെന്റ്സ് ഈ കവിതയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. ആ രീതിയിൽ നമുക്കിതൊരു പോസ്റ്റ് കൊളോണിയൽ പോയമാണെന്ന് പറയാൻ കഴിയും. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അനാലിസിസ് ഓഫ് ദി ഇമേജറി ഓഫ് റെഫ്യൂജി ലൈഫ് ഇൻ വെൻ ഇറ്റ് റെയിൻസ് ഇൻ ധർമ്മശാല. ഇദ്ദേഹത്തിന്റെ റെഫ്യൂജി ലൈഫ് അല്ലെങ്കിൽ ഹംബിൾഡ് ലൈഫ് എന്നാണ് പോയത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഇമേജറിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ റെയിൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബീറ്റിംഗ് ദ പോയറ്റ്സ് റൂം, which can be seen as a metaphor for the hardships faced by refugees, such as inadequate shelter and living conditions. ഇനി
ഈ മഴ പെയ്യുന്ന സമയത്ത് ചോരുന്ന ഒരു റൂം എന്ന് പറയുന്നത് മഴ പെയ്യുന്ന സമയത്ത് മാത്രമല്ല ദുരിതം നൽകുന്നത്, അദ്ദേഹത്തിന്റെ പൊതുവിലുള്ള ജീവിതാവസ്ഥയുടെ ചിത്രമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. അതായത് ഈ റെഫ്യൂജി എന്ന രീതിയിൽ, അഭയാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്ന ഹാർഡ്ഷിപ്പുകളെ കുറിച്ചിട്ടും ലിവിങ് കണ്ടീഷനെ കുറിച്ചിട്ടുമുള്ള ഒരു ചിത്രമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. The flood in the room caused by the clever rain symbolizes the sudden and overwhelming challenges that refugees often encounter in their lives. കൂടാതെ അദ്ദേഹം ഈ മുറിക്കകത്തിരിക്കുന്ന സമയത്ത് മുറിക്കകത്തൊരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഒരു പ്രളയമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതിന്റെ ഒരു ഇമേജറി ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. The belongings floating to the surface during the flood, including notes on freedom and memoirs of prison days, represent the poet's struggle to preserve his identity and memories in the face of displacement. ഇനി അദ്ദേഹത്തിന്റെ മെമ്മറിയുമായിട്ട് ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ ഫ്ലഡിനകത്ത് ഇദ്ദേഹത്തിന്റെ ഈ നോട്ട്സും അതുപോലെ തന്നെ മെമ്മോസ് എല്ലാം ഉയർന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പഴയ പല കാര്യങ്ങളും ഓർമ്മ വരുമെന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെട്ടതും അദ്ദേഹത്തിന്റെ ഈ സ്വന്തം നാടിനെ കുറിച്ചിട്ടും ഉള്ള ഓർമ്മകളും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് നിരന്തരം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതും നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഹംബിൾ ലൈഫിന്റെ ഇമേജറി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. The poet's comparison of his room to an island nation bed suggests a sense of isolation and vulnerability, common feelings among refugees who are often displaced from their homeland. കൂടാതെ അദ്ദേഹം ഈ വെള്ളക്കെട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബെഡ് ഒരു ഐലൻഡ് പോലെയാണ്, ദ്വീപ് പോലെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഇമേജ് നമുക്കറിയാം. ദ്വീപ് എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ ഒരു ഇമേജ് ആണ്. ആ രീതിയിൽ ഒരു അഭയാർത്ഥി എന്ന രീതിയിൽ എത്രമാത്രം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ആ ഒരു ഇമേജിക്കകത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.